യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ആകെ എത്ര ശീർഷകങ്ങളും വാക്യങ്ങളുമാണുള്ളത്? ഉത്തരം 6 ശീർഷകങ്ങളും 56 വാക്യങ്ങളും. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ ആദ്യ ശീർഷകം ഏതാണ്? ഉത്തരം പീലാത്തോസിന് മുമ്പിൽ. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് പീലാത്തോസിന് മുമ്പിൽ എന്ന ശീർഷകത്തിലുള്ളത്. ലൂക്ക 23:1. അനന്തരം അവരുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ പീലാത്തോസിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി. ആരുടെ സംഘമാണ് ഒന്നാകെ എഴുന്നേറ്റ് അവനെ, അതായത് യേശുവിനെ, പീലാത്തോസിന്റെ മുൻപിലേക്ക് കൊണ്ടുപോയത്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം. ജനപ്രമാണികളുടെ സംഘം ഒന്നാകെ എഴുന്നേറ്റ് അവനെ ആരുടെ മുമ്പിലേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം പീലാത്തോസിന്റെ. ലൂക്ക 23:2. അവർ അവന്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നീതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. ജനപ്രമാണികളുടെ സംഘം യേശുവിനെ പീലാത്തോസിന്റെ മുമ്പിൽ എത്തിച്ചതിന് ശേഷം എന്താണ് ചെയ്തത്? ഉത്തരം അവന്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. ആര് എവിടെ വെച്ചാണ് യേശുവിന്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങിയത്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും അടങ്ങുന്ന ജനപ്രമാണികളുടെ സംഘം പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച്. അവർ എന്ത് കുറ്റമാണ് യേശുവിൽ ആരോപിച്ചത്? ഉത്തരം തങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നീതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു എന്ന കുറ്റം. താൻ ആരാണെന്ന് യേശു അവകാശപ്പെടുന്നു എന്നാണ് ജനപ്രമാണികളുടെ സംഘം ആരോപിച്ചത്. ഉത്തരം രാജാവായ ക്രിസ്തുവാണെന്ന്. എത്ര കുറ്റങ്ങളാണ് പീലാത്തോസിന് മുൻപിൽ വെച്ച് ജനപ്രമാണികളുടെ സംഘം യേശുവിനെതിരായി ആരോപിച്ചത്? ഉത്തരം 3 കുറ്റങ്ങൾ. ലൂക്ക 23:3. പീലാത്തോസ് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു, നീ തന്നെ പറയുന്നുവല്ലോ. നീ യഹൂദരുടെ രാജാവാണ് എന്ന് ആരാണ് യേശുവിനോട് ചോദിച്ചത്? ഉത്തരം പീലാത്തോസ്. നീ യഹൂദരുടെ രാജാവാണോ എന്ന് ചോദിച്ച പീലാത്തോസിനോട് യേശു എന്ത് മറുപടിയാണ് പറഞ്ഞത്? ഉത്തരം നീ തന്നെ പറയുന്നുവല്ലോ. നീ തന്നെ പറയുന്നുവല്ലോ. ലൂക്ക 23:4. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും പറഞ്ഞു, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ആരോടാണ് ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും. ലൂക്ക 23:5. അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും പീലാത്തോസിനോട് നിർബന്ധപൂർവം പറഞ്ഞ മറുപടി എന്താണ്? ഉത്തരം ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു. ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു എന്ന് ആരോട് എപ്രകാരമാണ് പറഞ്ഞത്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും പീലാത്തോസിനോട് നിർബന്ധപൂർവം. യേശു എപ്രകാരം ജനത്തെ ഇളക്കി വിടുന്നുവെന്നാണ് പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും പീലാത്തോസിനോട് പറഞ്ഞത്? ഉത്തരം പഠിപ്പിച്ചുകൊണ്ട്. യേശു എവിടം മുതൽ എവിടം വരെയുള്ള ജനങ്ങളെയാണ് പഠിപ്പിച്ചുകൊണ്ട് ഇളക്കി വിടുന്നുവെന്ന് ആരോപിക്കപ്പെട്ടത്? ഉത്തരം ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 2ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം ഹെറോദേസിന്റെ മുമ്പിൽ. 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഹെറോദേസിന്റെ മുൻപിൽ എന്ന ശീർഷകത്തിലുള്ളത്. ലൂക്ക 23:6. ഇത് കേട്ട് പീലാത്തോസ്, ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് ചോദിച്ചു. എന്ത് കേട്ടപ്പോഴാണ് പീലാത്തോസ് ഈ മനുഷ്യൻ ഗലീലിയക്കാരനാണോ എന്ന് ചോദിച്ചത്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും ജനക്കൂട്ടവും ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യൂദയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ. ലൂക്ക 23:7. അവൻ ഹെറോദേസിന്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് അവനെ അവന്റെ അടുത്തേക്ക് അയച്ചു. ആ ദിവസങ്ങളിൽ ഹെറോദേസ് ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ലൂക്ക 23:7. യേശു ആരുടെ അധികാരത്തിൽപ്പെട്ടവനാണ്? ഉത്തരം ഹെറോദേസിന്റെ. യേശു ഹെറോദേസിന്റെ അധികാരത്തിൽപ്പെട്ടവനാണെന്നറിഞ്ഞപ്പോൾ പീലാത്തോസ് എന്ത് ചെയ്തു? ഉത്തരം പീലാത്തോസ് യേശുവിനെ ഹെറോദേസിന്റെ അടുത്തേക്ക് അയച്ചു. ആ ദിവസങ്ങളിൽ ഹെറോദേസ് ഉണ്ടായിരുന്നത് എവിടെയാണ്? ഉത്തരം ജെറുസലേമിൽ. ലൂക്ക 23:8.
ഹേറോദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഹെരോദേസിന് യേശുവിനെ കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം: അവൻ അത്യധികം സന്തോഷിച്ചു. യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചത് ആരാണ്? ഉത്തരം: ഹെരോദേസ്. എന്തുകൊണ്ടാണ് ഹെരോദേസ് യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചത്? ഉത്തരം: അവൻ യേശുവിനെ പറ്റി കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നതിനാലും അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നതിനാൽ ആണ് യേശുവിനെ കണ്ടപ്പോൾ ഹെരോദേസ് അത്യധികം സന്തോഷിച്ചത്. ഹെരോദേസ് എന്താണ് ആഗ്രഹിച്ചിരുന്നത്? ഉത്തരം: യേശുവിനെ കാണാൻ. ഹെരോദേസ് എന്താണ് പ്രതീക്ഷിച്ചിരുന്നത്? ഉത്തരം: യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന്. യേശു ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് ഹെരോദേസ് പ്രതീക്ഷിച്ചിരുന്നു. ലൂക്ക 23:9. അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു, പക്ഷേ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. ആരാണ് യേശുവിനോട് പലതും ചോദിച്ചത്? ഉത്തരം: ഹെരോദേസ്. അതിനാൽ അവൻ പലതും അവനോട് ചോദിച്ചു, പക്ഷെ അവൻ ഒന്നിനും ഉത്തരം പറഞ്ഞില്ല. ഇവിടെ പരാമർശിക്കപ്പെടുന്നവർ ആരാണ്? ഉത്തരം: ഹെരോദേസും യേശുവും. ലൂക്ക 23:10. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവന്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നു. പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും എങ്ങനെയാണ് അവന്റെ ചുറ്റും നിന്നിരുന്നത്? ഉത്തരം: അവന്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട്. അവന്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് അവർ അവന്റെ ചുറ്റും നിന്നിരുന്നു. അവന്റെ മേൽ ആവേശപൂർവ്വം കുറ്റം ചുമത്തിക്കൊണ്ട് ചുറ്റും നിന്നിരുന്നത് ആരാണ്? ഉത്തരം: പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും. ലൂക്ക 23:11. ഹെരോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. ഹെരോദേസ് ആരോട് ചേർന്നാണ് യേശുവിനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തത്? ഉത്തരം: പടയാളികളോട് ചേർന്ന്. ഹെരോദേസ് എങ്ങനെയാണ് യേശുവിനെ പീലാത്തോസിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചത്? ഉത്തരം: പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച്. ലൂക്ക 23:12. അന്നു മുതൽ ഹെരോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. മുമ്പ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. മുമ്പ് ശത്രുതയിൽ കഴിഞ്ഞതിന് ശേഷം പിന്നീട് പരസ്പരം സ്നേഹിതന്മാരായി മാറിയവർ ആരാണ്? ഉത്തരം: ഹെരോദേസും പീലാത്തോസും. ലൂക്ക 23:13. പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചുകൂട്ടി അവരോട് പറഞ്ഞു. പീലാത്തോസ് ആരെയാണ് ഒന്നിച്ചുകൂട്ടിയത്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും. ലൂക്ക 23:14-15. ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇതാ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവനെ ഞാൻ വിസ്തരിച്ചു. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല, ഹെരോദേസും കണ്ടില്ല. അവൻ ഇവനെ എന്റെ അടുത്തേക്ക് തിരിച്ചയച്ചിരിക്കുകയാണല്ലോ. നോക്കൂ, മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. എന്തു പറഞ്ഞാണ് പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും യേശുവിനെ പീലാത്തോസിന് മുമ്പിൽ കൊണ്ടുവന്നത്? ഉത്തരം: ജനത്തെ വഴിപിഴപ്പിക്കുന്നു എന്ന് പറഞ്ഞ്. എന്നാൽ യേശുവിൽ താൻ എന്ത് കണ്ടില്ല എന്നാണ് പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും അറിയിച്ചത്? ഉത്തരം: നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും. നിങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും ഇവനിൽ ഞാൻ കണ്ടില്ല എന്ന് ആരോടാണ് പറയുന്നത്? ഉത്തരം: പീലാത്തോസ് പുരോഹിത പ്രമുഖന്മാരോടും നേതാക്കന്മാരോടും ജനത്തോടും. പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനവും ആരോപിക്കുന്ന കുറ്റങ്ങളിൽ ഒന്നുപോലും യേശുവിൽ കാണാത്തത് ആരൊക്കെയാണ്? ഉത്തരം: ഹെരോദേസും പീലാത്തോസും. യേശു എന്ത് ചെയ്തിട്ടില്ല എന്നാണ് പീലാത്തോസ് ജനത്തോട് പറഞ്ഞത്? ഉത്തരം: മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും. ലൂക്ക 23:16. അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് വിട്ടയക്കും. മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും യേശു ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അവനോട് എന്തു ചെയ്യുമെന്നാണ് അവനിൽ കുറ്റം ആരോപിച്ചവരോട് പീലാത്തോസ് പറഞ്ഞത്? ഉത്തരം: അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് വിട്ടയക്കും. അതിനാൽ ഞാൻ ഇവനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് വിട്ടയക്കും. ലൂക്ക 23:17-18 വാക്യങ്ങൾ. അപ്പോൾ അവർ ഏകസ്വരത്തിൽ ആക്രോശിച്ചു, ഇവനെ കൊണ്ടുപോവുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. യേശുവിൽ ഒരു കുറ്റവും കാണാത്തത് കൊണ്ട് അവനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പീലാത്തോസ് പറഞ്ഞപ്പോൾ ജനക്കൂട്ടം എന്താണ് ആക്രോശിച്ചത്? ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. ആരാണ് ബറാബാസ്? ഉത്തരം: പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവൻ. ലൂക്ക 23:20. യേശുവിനെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു. പീലാത്തോസ് എന്തുകൊണ്ടാണ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചത്? ഉത്തരം: യേശുവിനെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്.
ലൂക്ക 23:21 അവരാകട്ടെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ആരെല്ലാമാണ്? ഉത്തരം: പുരോഹിത പ്രമുഖന്മാർ, നേതാക്കന്മാർ, ജനം. ലൂക്ക 23:22 പീലാത്തോസ് 3-ാം പ്രാവശ്യവും അവരോട് ചോദിച്ചു, അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? വധശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കും. പീലാത്തോസ് 3-ാം പ്രാവശ്യം അവരോട് ചോദിച്ചത് എന്താണ്? ഉത്തരം: അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു? അവൻ എന്ത് തിന്മ പ്രവർത്തിച്ചു എന്നാണ് പീലാത്തോസ് 3-ാം പ്രാവശ്യവും അവരോട് ചോദിച്ചത്. ലൂക്ക 23:23 അവനെ ക്രൂശിക്കണമെന്ന് അവർ നിർബന്ധപൂർവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവരുടെ നിർബന്ധം തന്നെ വിജയിച്ചു. യേശുവിനെ ക്രൂശിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും നേതാക്കന്മാരും ജനവും എങ്ങനെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്? ഉത്തരം: നിർബന്ധപൂർവം ഉച്ചത്തിൽ. അവസാനം അവരുടെ നിർബന്ധം വിജയിച്ചു. ആരുടെ എന്ത് നിർബന്ധമാണ് വിജയിച്ചത്? ഉത്തരം: യേശുവിനെ ക്രൂശിക്കുക എന്ന പുരോഹിത പ്രമുഖന്മാരുടെയും നേതാക്കന്മാരുടെയും ജനത്തിന്റെയും നിർബന്ധം. ലൂക്ക 23, 24, 25 വാക്യങ്ങൾ. അവർ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കുവാൻ പീലാത്തോസ് തീരുമാനിച്ചു. അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നവനെ അവൻ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പീലാത്തോസ് എന്തനുവദിച്ചു കൊടുക്കുവാനാണ് തീരുമാനിച്ചത്? ഉത്തരം: അവർ ആവശ്യപ്പെട്ടത്. അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് പീലാത്തോസ് എന്താണ് ചെയ്തത്? അവർ ആവശ്യപ്പെട്ട മനുഷ്യനെ വിട്ടയക്കുകയും യേശുവിനെ അവരുടെ ഇംഗിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ ആവശ്യപ്പെട്ട മനുഷ്യൻ എങ്ങനെയുള്ളവനായിരുന്നു? ഉത്തരം: കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവനായിരുന്നു. ലൂക്ക 23:26 അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്തുനിന്ന് ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു കിറനേക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ടുവരാൻ നിർബന്ധിച്ചു. നാട്ടിൻ പുറത്തുനിന്ന് ആ വഴി വന്ന കിറനേക്കാരന്റെ പേരെന്തായിരുന്നു? ഉത്തരം: ശിമയോൻ. കിറനേക്കാരൻ ശിമയോനെ അവർ എന്തിനാണ് നിർബന്ധിച്ചത്? ഉത്തരം: കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പിറകെ ചുമന്നുകൊണ്ടുവരാൻ. കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ടുവരുവാനാണ് അവർ ശിമയോനെ നിർബന്ധിച്ചത്. ലൂക്ക 23:27 ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിന്റെ പിന്നാലെ പോയിരുന്നു. യേശുവിന്റെ പിന്നാലെ പോയിരുന്നത് ആരൊക്കെയാണ്? ഉത്തരം: ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും. കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്നത് ആരാണ്? ഉത്തരം: സ്ത്രീകളുടെ സമൂഹം. ലൂക്ക 23:28 അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. ജെറുസലേം പുത്രിമാരെ എന്ന് യേശു വിളിച്ചത് ആരെയാണ്? ഉത്തരം: കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്ത് തന്റെ പിന്നാലെ വന്നിരുന്ന സ്ത്രീകളുടെ സമൂഹത്തെ. എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം: ജെറുസലേം പുത്രിമാരോട്. എപ്രകാരമാണ് ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ എന്ന് യേശു അവരോട് പറഞ്ഞത്? ഉത്തരം: അവരുടെ നേരെ തിരിഞ്ഞ്. ലൂക്ക 23:29 എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യമെന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. എന്തുകൊണ്ടാണ് യേശു ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ എന്ന് പറഞ്ഞത്? ഉത്തരം: എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യമെന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും. ആർക്കൊക്കെ അല്ലെങ്കിൽ എന്തിനൊക്കെ ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരുമെന്നാണ് യേശു ജെറുസലേം പുത്രിമാരോട് പറഞ്ഞത്? ഉത്തരം: വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും. വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും. ലൂക്ക 23:30 അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയുവാൻ തുടങ്ങും. അന്ന് അവർ ഞങ്ങളുടെ മേൽ വീഴുക എന്ന് ആരോടാണ് പറയുന്നത്? ഉത്തരം: പർവ്വതങ്ങളോട്. കുന്നുകളോട് അവർ എന്തു പറയുവാൻ തുടങ്ങും? ഉത്തരം: ഞങ്ങളെ മൂടിക്കളയുക. ലൂക്ക 23:31 പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? ലൂക്ക 23:31 പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും എന്ന് ഈശോ ചോദിക്കുന്ന സന്ദർഭം ഏതാണ്? ഉത്തരം: കുരിശു വഹിച്ചുകൊണ്ട് പോകുന്ന യേശുവിന്റെ പിന്നാലെ ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും പോയിരുന്നപ്പോൾ. ലൂക്ക 23:32
കുറ്റവാളികളായ മറ്റു രണ്ടുപേരെ കൂടെ അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയത് ആരെയാണ്? ഉത്തരം, കുറ്റവാളികളായ മറ്റു രണ്ടുപേരെ കൂടെ. ലൂക്ക 23:33. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവന്റെ വലതുവശത്തും അവരനെ ഇടതുവശത്തും ക്രൂശിച്ചു. കുറ്റവാളികളായ മറ്റു രണ്ടുപേരെയും യേശുവിനെയും അവർ എവിടെയാണ് കൊണ്ടുവന്നത്? ഉത്തരം, തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത്. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത്. ആ കുറ്റവാളികളെ എങ്ങനെയാണ് അവർ ക്രൂശിച്ചത്? ഉത്തരം, ഒരുവനെ അവന്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും. ലൂക്ക 23:34. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? ഉത്തരം, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. എന്തിനു വേണ്ടിയാണ് അവർ കുറിയിട്ടത്? ഉത്തരം, അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ. ലൂക്ക 23:34 തുല്യമായ പഴയ നിയമഭാഗം ഏതാണ്? ഉത്തരം, സങ്കീർത്തനങ്ങൾ 22:18. സങ്കീർത്തനങ്ങൾ 22:18 അവർ എന്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എന്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്ക 23:35. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിന് ക്രിസ്തു ആണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. ആരാണ് നോക്കി നിന്നത്? ഉത്തരം, ജനം. കുരിശിൽ കിടക്കുന്ന യേശുവിനെ ആദ്യം പരിഹസിച്ചത് ആരാണ്? ഉത്തരം, പ്രമാണികൾ. യേശുവിനെ നോക്കി പ്രമാണികൾ പരിഹസിച്ചു പറഞ്ഞത് എന്താണ്? ഉത്തരം, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു. ഇവൻ ദൈവത്തിന്റെ ക്രിസ്തു ആണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. ലൂക്ക 23:36-37 വാക്യങ്ങൾ. പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. പടയാളികൾ അടുത്തു വന്ന് എന്താണ് യേശുവിന് കൊടുത്തത്? ഉത്തരം, വിനാഗിരി. പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞത് എന്താണ്? നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പടയാളികൾ യേശുവിനോട് എപ്രകാരമാണ് പറഞ്ഞത്? ഉത്തരം, പടയാളികൾ അടുത്തു വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചുകൊണ്ട്. ലൂക്ക 23:38. ഇവൻ യഹൂദരുടെ രാജാവ് എന്നൊരു ലിഖിതം അവന്റെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. അവന്റെ തലയ്ക്ക് മീതെ എന്താണ് ഉണ്ടായിരുന്നത്? ഉത്തരം, ഇവൻ യഹൂദരുടെ രാജാവ് എന്നൊരു ലിഖിതം. ലൂക്ക 23:39. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. യേശുവിനെ ദുഷിച്ചു പറഞ്ഞതാരാണ്? ഉത്തരം, കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ എങ്ങനെയാണ് യേശുവിനെ ദുഷിച്ചു പറഞ്ഞത്? ഉത്തരം, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് യേശുവിനോട് പറഞ്ഞതാരാണ്? ഉത്തരം, കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ. ലൂക്ക 23:40. അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ എന്ന് ആരോട് എപ്രകാരമാണ് പറഞ്ഞത്? ഉത്തരം, കുരിശിൽ തൂക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറഞ്ഞ കുറ്റവാളിയോട് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു. ലൂക്ക 23:41. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്ത് ന്യായമാണെന്നാണ് യേശുവിനെ ദുഷിച്ച കുരിശിൽ തൂക്കപ്പെട്ട കുറ്റവാളിയോട് അപരൻ പറഞ്ഞത്? ഉത്തരം, നമ്മുടെ ശിക്ഷാവിധി ന്യായമാണെന്നാണ് പറഞ്ഞത്. തങ്ങൾക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു എന്നാണ് യേശുവിനെ ദുഷിച്ച കുരിശിൽ തൂക്കപ്പെട്ട കുറ്റവാളിയോട് അപരൻ പറഞ്ഞത്? ഉത്തരം, നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ലൂക്ക 23:42. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കുറ്റവാളി യേശുവിനോട് എന്താണ് പ്രാർത്ഥിച്ചത്? ഉത്തരം, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. നീ എവിടെ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നാണ് രണ്ടാമത്തെ കുറ്റവാളി യേശുവിനോട് അപേക്ഷിച്ചത്?
ഉത്തരം നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ. ലൂക്ക 23:43. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പർദീസായിലായിരിക്കും. നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ച കുറ്റവാളിയോട് യേശു എന്താണ് മറുപടി പറഞ്ഞത്? സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്നാണ് യേശു മറുപടി പറഞ്ഞത്. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ പർദീസായിലായിരിക്കുമെന്ന് യേശു ആരോടാണ് അരുളി ചെയ്തത്? ഉത്തരം നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നപേക്ഷിച്ച കുറ്റവാളിയോട്. നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നപേക്ഷിച്ച കുറ്റവാളിയോട്. യേശുവിന്റെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്ന ലൂക്കായുടെ സുവിശേഷ ഭാഗം ഏതാണ്? ഉത്തരം ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 44 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ലൂക്ക 23:44. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂർ ആയിരുന്നു. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചത്? ഉത്തരം 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. ലൂക്ക 23:45. സൂര്യൻ ഇരുണ്ടു, ദേവാലയത്തിലെ തിരശീല നടുവേ കീറി. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം സൂര്യൻ ഇരുണ്ടു, ദേവാലയത്തിലെ തിരശീല നടുവേ കീറി. സൂര്യൻ ഇരുണ്ടു, ദേവാലയത്തിലെ തിരശീല നടുവേ കീറി. ലൂക്ക 23:46. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞത് എന്താണ്? ഉത്തരം പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് യേശു എങ്ങനെയാണ് പറഞ്ഞത്? ഉത്തരം ഉച്ചത്തിൽ നിലവിളിച്ച്. ലൂക്ക 23:46 തുല്യമായ വചനഭാഗം ഏതാണ്? ഉത്തരം സങ്കീർത്തനങ്ങൾ 31:5. അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് സങ്കീർത്തനങ്ങൾ 31:5 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്ക 23:46 പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് യേശു പറയുന്നു. യേശു എന്തു പറഞ്ഞാണ് ജീവൻ വെടിഞ്ഞത്? ഉത്തരം പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ലൂക്ക 23:47. ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ആരാണ് ദൈവത്തെ സ്തുതിച്ചത്? ഉത്തരം ശതാധിപൻ. ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു എന്താണ് പറഞ്ഞത്? ഉത്തരം ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു എന്ന് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഉത്തരം ഈ സംഭവമെല്ലാം കണ്ടു നിന്ന ശതാധിപൻ യേശുവിനെ കുറിച്ച്. ലൂക്ക 23:48. കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. ഇതെല്ലാം കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയത് ആരാണ്? ഉത്തരം കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം. കാഴ്ച കാണാൻ കൂടിയിരുന്ന ജനക്കൂട്ടം എങ്ങനെയാണ് തിരിച്ചുപോയത്? ഉത്തരം മാറത്തടിച്ചുകൊണ്ട്. ലൂക്ക 23:49. അവന്റെ പരിചയക്കാരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നു. അകലെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നിരുന്നത് ആരാണ്? ഉത്തരം അവന്റെ പരിചയക്കാരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും. അവന്റെ പരിചയക്കാരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും. അവനെ അനുഗമിച്ച സ്ത്രീകൾ എവിടെ നിന്നുള്ളവർ ആയിരുന്നു? ഉത്തരം ഗലീലയിൽ നിന്ന്. ലൂക്ക 23:50. യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്യായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെ ഉണ്ടായിരുന്നു. ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. ലൂക്ക 23:50 പറയുന്ന യഹൂദരുടെ പട്ടണം ഏതാണ്? ഉത്തരം അരിമത്തിയ. അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് ആരായിരുന്നു? ഉത്തരം ആലോചനാ സംഘത്തിലെ അംഗവും നല്ലവനും നീതിമാനുമായിരുന്നു. അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് ആലോചനാ സംഘത്തിലെ അംഗവും നല്ലവനും നീതിമാനുമായിരുന്നു. അവൻ നല്ലവനും നീതിമാനുമായിരുന്നു എന്ന് ലൂക്ക 23:50 പറയുന്നത് ആരെ കുറിച്ചാണ്? ഉത്തരം അരിമത്യായിൽ നിന്നുള്ള ജോസഫിനെ കുറിച്ച്. ലൂക്ക 23:51. അവൻ അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കുചേർന്നിരുന്നില്ല.
ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു. അവൻ അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കുചേർന്നിരുന്നില്ല എന്ന് ലൂക്ക 23:51 പറയുന്നത് ഏത് വ്യക്തിയെക്കുറിച്ചാണ്? ഉത്തരം അരിമത്യായിൽ നിന്നുള്ള ജോസഫിനെ കുറിച്ച്. ലൂക്ക 23:51 ദൈവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം അരിമത്യായിൽ നിന്നുള്ള ജോസഫിനെ കുറിച്ച്. ലൂക്ക 23:52 അവൻ പീലാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചു. ആരാണ് പീലാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചത്? ഉത്തരം അരിമത്യായിൽ നിന്നുള്ള ജോസഫ്. അരിമത്യായിൽ നിന്നുള്ള ജോസഫ് ആരുടെ അടുത്തെത്തിയാണ് യേശുവിന്റെ ശരീരം ചോദിച്ചത്? ഉത്തരം പീലാത്തോസിന്റെ. ലൂക്ക 23:53 അവൻ അത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു. യേശുവിന്റെ ശരീരം എവിടെയാണ് വച്ചത്? ഉത്തരം പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ. പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ. യേശുവിന്റെ ശരീരം എങ്ങനെയാണ് സംസ്കരിച്ചത്? ഉത്തരം അത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു. ലൂക്ക 23:54 അന്ന് ഒരുക്കത്തിന്റെ ദിവസമായിരുന്നു, സാബത്തിന്റെ ആരംഭവുമായിരുന്നു. യേശുവിനെ സംസ്കരിച്ച ദിനം എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം അത് ഒരുക്കത്തിന്റെ ദിവസവും സാബത്തിന്റെ ആരംഭവുമായിരുന്നു. അത് ഒരുക്കത്തിന്റെ ദിവസവും സാബത്തിന്റെ ആരംഭവുമായിരുന്നു. ലൂക്ക 23:55 ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു. അവന്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടു. അരിമത്യാക്കാരനായ ജോസഫിനോടൊപ്പം പോയി കല്ലറ കണ്ടതാരാണ്? ഉത്തരം ഗലീലയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ. ഗലീലിയയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകളാണ് അരിമത്യാക്കാരനായ ജോസഫിനോടൊപ്പം പോയി കല്ലറ കണ്ടത്. ഗലീലിയയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അരിമത്യാക്കാരനായ ജോസഫിനോടൊപ്പം പോയി കണ്ടത് എന്താണ്? ഉത്തരം കല്ലറയും അവന്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടു. കല്ലറയും അവന്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടു. ലൂക്ക 23:56 അവർ തിരിച്ചു ചെന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി. സാബത്തിൽ അവർ നിയമാനുസൃതം വിശ്രമിച്ചു. ഗലീലിയിൽ നിന്നുള്ള സ്ത്രീകൾ തിരിച്ചു ചെന്ന് എന്തെല്ലാമാണ് തയ്യാറാക്കിയത്? ഉത്തരം സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും. സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളുമാണ് ഗലീലിയിൽ നിന്നുള്ള സ്ത്രീകൾ തിരിച്ചു ചെന്ന് തയ്യാറാക്കിയത്. സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ. ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ സാബത്തിൽ എന്ത് ചെയ്തു? ഉത്തരം നിയമാനുസൃതം വിശ്രമിച്ചു. ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ സാബത്തിൽ നിയമാനുസൃതം വിശ്രമിച്ചു. സാബത്തിൽ നിയമാനുസൃതം വിശ്രമിച്ചതാരാണ്? ഉത്തരം ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതും മറ്റു സുവിശേഷങ്ങളിൽ ഇല്ലാത്തതുമായ വിവരണം ഏതാണ്? ഉത്തരം ഹെറോദേസിന് മുമ്പിൽ. 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഹെറോദേസിന് മുമ്പിൽ എന്ന ശീർഷകത്തിലുള്ളത്. ഈ ഭാഗം മറ്റു സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചു. എല്ലാവർക്കും നന്ദി.